വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്ന് രാവിലെ തുടങ്ങിയ ജനകീയ തെരച്ചിൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ചില സോണുകളിൽ ജനകീയ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കനത്ത മഴയെ തുടർന്നാണ് തെരച്ചിൽ നേരത്തെ അവസാനിപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 6 സോണുകൾ കേന്ദ്രീകരിച്ച് ഇന്നലത്തേതിന് സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതിന് സമാനമായുള്ള തെരച്ചിലാണ് ഇന്നും നടന്നത്. പരപ്പൻപാറയിൽ നിന്ന് 3 ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പണിൽ നിന്ന് പോയ 20 അംഗ സംഘമാണ് ആ മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയത്. അട്ടമല ഭാഗത്ത് നിന്ന് കണ്ടെത്തിയ എല്ലിൻ കഷ്ണങ്ങൾ അത് മനുഷ്യൻ്റേതാണോ മൃഗത്തിൻ്റെതാണോ എന്ന് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് തയ്യാറാണ്. ആദ്യം അലക്സിലേക്കാണ് പോകുന്നത്. അലക്സ്, ദുരന്തഭൂമിയിൽ ഇന്നും വേദനാജനകമായ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. 3 ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്ന നില ഇന്നത്തെ ജനകീയ തെരച്ചിലിൽ ഉണ്ടായി. മുണ്ടക്കൈ ഭാഗത്തെ ജനകീയ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, കാലാവസ്ഥ പ്രതികൂലമായതിനാൽ. ഈ ജനകീയ തെരച്ചിൽ തുടരുന്ന കാര്യത്തിൽ ഇന്നത്തെ തെരച്ചിലിൽ കണ്ട കാഴ്ചകൾ എന്താണ് വിശദാംശങ്ങൾ? അലക്സ് റാം മുഹമ്മദ്. റിജിത്ത, നടക്കുന്ന കാഴ്ചകൾ, വിറങ്ങലിക്കുന്ന കാഴ്ചകൾ അതൊന്നും തുടർന്നു ദുരന്തഭൂമിയിൽ എന്നുള്ളതാണ്. ഞാൻ മുണ്ടക്കൈ ഒപ്പം പുഞ്ചിരിമട്ടം മേഖലകളിലെ ജനകീയ തിരച്ചിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. ആ തിരച്ചിലിൻ്റെ ഭാഗമാകാൻ ദുരന്തബാധിതരായവർ അവരുടെ ബന്ധുക്കളൊക്കെ എത്തിയിരുന്നു. ഏതാണ്ട് 15-ൽ താഴെ ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. ഈ വരാൻ സാധിക്കാത്ത മനുഷ്യർ, കാരണം അവർ ഒരിക്കലും ഇവിടെ വന്ന് ഹൃദയം പൊട്ടി ഇവിടെ നിന്ന് പോയ മനുഷ്യരുണ്ട്. തങ്ങളുടെ ഭൂമി, തങ്ങളുടെ വീട്, തങ്ങളുടെ വസ്തു, തങ്ങളുടെ പ്രിയപ്പെട്ട, തങ്ങൾ ഈ ജീവിതത്തിൽ ഉണ്ടാക്കിയതെല്ലാം നശിച്ചു കിടക്കുന്നത് കണ്ട് ഇവിടെ നിന്ന് വേദനയോടെ മടങ്ങിപ്പോയവരുണ്ട്. അങ്ങനെ ചിലർക്ക് ഇത് വന്ന് കാണാൻ സാധിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതിനാൽ ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ സന്നദ്ധരായവരെ മാത്രം ഈ ജനകീയ തെരച്ചിൽ പങ്കാളികളാക്കിയാൽ മതി എന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ബാക്കി സേനാംഗങ്ങളെല്ലാം കൃത്യമായി തന്നെ ഇതിൻ്റെ ഭാഗമായി എത്തി. ഏറ്റവും എടുത്തു പറയേണ്ടത് സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടലായിരുന്നു. അത് കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള, അത് അവരുടെ പേരുകൾ വ്യത്യസ്തമാണ്, അവർ അറിയപ്പെടുന്ന പേരുകൾ വ്യത്യസ്തമാണെങ്കിൽ പോലും കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ, യുവാക്കൾ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെ അവരുടേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ പുറത്തുനിന്ന് മാത്രമല്ല, കർണാടക സംസ്ഥാനത്ത് നിന്നും തമിഴ്നാട് നിന്ന് പോലും യുവാക്കൾ പല സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഇവിടെ എത്തി തിരച്ചിലിൻ്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ കാര്യമായി തന്നെ ജനകീയ തിരച്ചിൽ നടന്നു പലയിടങ്ങളിൽ. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ സ്ഥാനമായ പുഞ്ചിരിമട്ടത്തും ഒപ്പം മുണ്ടക്കയിലും, കൂടുതൽ നാശനഷ്ടമുണ്ടായ മുണ്ടക്കയിലുമൊക്കെ കാര്യമായി തന്നെ ഈ ജനകീയ തിരച്ചിൽ നടന്നു. ആളുകൾ നൽകിയ സൂചന അനുസരിച്ചിട്ടുള്ള തിരച്ചിൽ നടന്നു. അതിലേറ്റവും വേദനിപ്പിക്കുന്ന ചില കാഴ്ചകൾ കൂടി, ചില കാര്യങ്ങൾക്ക് കൂടി നമ്മൾ സാക്ഷികളായി. റിജിത്ത്, അതിലൊന്ന്, ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും ഈ ജനകീയ തിരച്ചിലിൻ്റെ ഭാഗമാകാൻ മുണ്ടക്കയിലെത്തിയിരുന്നു. അദ്ദേഹം ആ മുണ്ടക്കൈ മുസ്ലിം പള്ളിക്ക് സമീപമെത്തി. തൊട്ടടുത്ത് അദ്ദേഹം സഞ്ചരിച്ചെത്തവേ തൊട്ടടുത്തൊരു തകർന്നു പോയി, ഒന്നുമില്ല, ആ വീടെന്ന് പറയാനൊന്നുമില്ല, ചെളിക്കൂന മാത്രമാണ്, മൺകൂന മാത്രമാണ്. ആ മൺകൂനയ്ക്കുള്ളിൽ തൻ്റെ പിതാവിനെയും ജ്യേഷ്ഠനെയും തിരയുന്ന ഒരു 17-കാരനെ കണ്ടു. ഇസഹാക്ക് എന്നാണ്, മുഹമ്മദ് ഇസഹാക്ക് എന്നാണ് ബാലൻ്റെ പേര്. ആ കുട്ടി അവിടെ ഒരു ബന്ധുവിനോടൊപ്പം എത്തി ഈ തിരച്ചിൽ ഭാഗമാകുക ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയായിരുന്നു. മന്ത്രി അവനടുത്തേക്ക് എത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവൻ മന്ത്രിയോട് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. മന്ത്രി അവനെ ചേർത്ത് പിടിച്ചു. തുടർന്ന് മന്ത്രിയുടെ പ്രതികരണം നമ്മൾ തേടിയപ്പോൾ തന്നെ മന്ത്രി ആ ദുരന്തഭൂമിയിൽ നിന്ന് പൊട്ടിക്കരയുന്നതാണ് കണ്ടത്, വിങ്ങിപ്പൊട്ടുന്നതാണ് കണ്ടത്. ഞാൻ എന്തു പറഞ്ഞാണ് ഇവരെ സമാധാനിപ്പിക്കേണ്ടതെന്നാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി ചോദിച്ചത്. അത്തരത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ച, അതിന് ഇത്തരത്തിൽ അധികാരത്തിലിരിക്കുന്നവർ പോലും സാക്ഷികളാകുന്നു എന്നുള്ളതാണ്, അവർ പോലും അത് അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിൽ ദുരന്തം അനുഭവിക്കുന്നവരുടെ, ദുരന്തം ഒറ്റപ്പെടുത്തിയവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം, അവരെ കൈപിടിച്ചുയർത്തെഴുന്നേൽപ്പിക്കണം എന്നുള്ളത് മന്ത്രി ഇന്ന് വ്യക്തമാക്കി. മറ്റു ചില കാഴ്ചകൾ പോലും നമ്മൾ കണ്ടു. ഒരു സുൽത്താൻ, അത് മുണ്ടക്കൈ സ്വദേശിയാണ് സുൽത്താൻ, 26 പേരെയാണ് സുൽത്താൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ ദുരന്തം കവർന്നതെന്ന് അദ്ദേഹം പറയുന്നു. 6 പേര് ഇനിയും കിട്ടാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ വീടിരുന്ന സ്ഥലമൊക്കെ ചൂണ്ടിക്കാണിച്ച് നമ്മളോട് വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. ചിലർ കൽപ്പറ്റയിൽ നിന്ന് വന്ന ചിലരുണ്ട്. അവരുടെ ബന്ധുക്കളുടെ വീട് ആ പള്ളിക്ക് മുൻവശമാണ് ഉണ്ടായിരുന്നത്. പള്ളി അത് ഭാഗികമായി തകർന്നതുകൊണ്ടും പള്ളി അവിടെ ഉണ്ട് എന്നുള്ള അടയാളമുള്ളത് കൊണ്ടും മാത്രമാണ് ആ വീട് ഇതാണ് എന്ന് തിരിച്ചറിയുന്നത്. അത് ആ വീടിൻ്റെ അടിസ്ഥാനം മാത്രം, ആ വീടും കടയോടുകൂടെയൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്, അതിൻ്റെ അടിസ്ഥാനം മാത്രം അവിടെ ഉണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്ഥലമായിരുന്നു, അങ്ങേയറ്റം പ്രകൃതി മനോഹരമായ സ്ഥലമായിരുന്നു, നല്ല ഗ്രാമമായിരുന്നു. ഈ കൈത്തോട്, അല്ലെങ്കിൽ ആ ഒരു ചെറു തോട് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഭൂമി 2ആയി പിളർന്നിരിക്കുന്ന സ്ഥിതി കണ്ട് അവർ തന്നെ നടുക്കം പറഞ്ഞു. ചിലർ ഈ സൂചന നൽകാൻ, തങ്ങളുടെ വീടുകളിൽ തിരച്ചിൽ നടത്തണമെന്ന് സൂചന നൽകാനായി എത്തിയവർ അവരുടെ ബന്ധുക്കളുടെ മാറത്തേക്ക് വീണ, അവരുടെ തോളിലേക്ക്, നെഞ്ചിലേക്ക് വീണ പൊട്ടിക്കരയുന്നത്, അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നത് കൊണ്ട് ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടത് മാത്രമല്ല, അവർ ജീവിതകാലത്ത് ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദന ആ മനുഷ്യർ പങ്കുവച്ചു എന്നുള്ളതാണ് ആ മേഖലയിൽ ഞാൻ കണ്ടത്. അത് മുണ്ടക്കയിലും അതുപോലെ സമാനമായി തന്നെ പുഞ്ചിരിമട്ടത്തും അത് തുടർന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലയിടങ്ങളിൽ ഈ മൃതദേഹം ഉണ്ട് എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിറ്റാച്ചി കൊണ്ടുള്ള പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു.
അത്തരത്തിൽ ആ മേഖലയിൽ നിന്ന് അഴുകിയ ഗന്ധം ഉണ്ട് എന്നുള്ള സംശയത്തിലാണ് ആ മേഖലയിൽ 2-3 പ്രദേശങ്ങളിൽ അത്തരത്തിൽ പരിശോധന വ്യാപകമായി നടത്തിയത്. പക്ഷേ മൃതദേഹഭാഗങ്ങളോ മുണ്ടക്കയിൽ നിന്നോ ആ മേഖലയിൽ നിന്നോ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 2:45 മണിയോടുകൂടി കാര്യമായി തന്നെ ആ മേഖലയിൽ നിന്ന് മഴയെത്തി. സന്നദ്ധ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. ബാക്കിയുള്ളവർ ഏതാണ്ട് 3:30 മണിയോടുകൂടെ തന്നെ പുറത്തേക്ക് സേനാംഗങ്ങൾ പോലീസും മറ്റുമൊക്കെ ഇറക്കുകയും ചെയ്തു. മുണ്ടക്കയിലും അതുപോലെ പുഞ്ചിരിമട്ടത്തും ഏതാണ്ട് 2:30-2:45 തന്നെ ഈ തിരച്ചിൽ അവസാനിച്ചു എന്ന് നമുക്ക് പറയാം. ചൂരൽമലയിൽ ഇപ്പോൾ പൂർണ്ണമായി തിരച്ചിൽ അവസാനിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ എൻ്റെ പിന്നിൽ ബെയിലി പാലം കാണാം. പൂർണ്ണമായി ഒഴിഞ്ഞു കിടക്കുന്ന ചൂരൽമല കാണാം. ഈ മേഖലയിലേക്ക് ഇപ്പോൾ ഒരു മനുഷ്യനെയും പ്രവേശിപ്പിക്കുന്നില്ല പോലീസ്. ഇവിടെ നിന്ന് എല്ലാവരെയും പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരെയും ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഇന്ന് ജനകീയ തിരച്ചിലിന്റെ ദിവസമായതിനാൽ തന്നെ കൂടുതൽ ആളുകൾ ഇന്ന് ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കുമൊക്കെ എത്തിയിരുന്നു. അത് തിരച്ചിലിൻ്റെ ഭാഗമാകാൻ മാത്രമല്ല ഈ ദുരന്തം കാണാനും ആളുകൾ എത്തിയിരുന്നു എന്നുള്ളതാണ്. അവരുടെ നടുക്കം ഇത് എങ്ങനെ ഈ ഭൂമിയിൽ ഇതെങ്ങനെ ഉണ്ടായി എന്ന നടുക്കം അവരും ശരി. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ജനകീയ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. 3 ശരീരഭാഗങ്ങളാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പരപ്പൻപാറയിൽ നിന്നാണ് ഇന്ന് 3 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. സജോ ദേവസ്യ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നേരത്തെ സജോ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് വേദനാജനകമായ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ ഇന്നും ആ ദുരന്ത ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഈ ക്യാമ്പുകളിൽ നിന്നൊക്കെ ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തി വീട് നിന്ന ഭാഗത്ത് വെറും ഈ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മാത്രം, അതൊക്കെ ശേഖരിച്ച് തിരികെ പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടു. സജോ, എന്തായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ സജോ? റിജിത്ത്, അതിന് മുൻപ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് പങ്കുവയ്ക്കുന്ന ഒരു വിവരം കൂടി പറയാം. അതായത് ദുരന്ത ഭൂമിയിൽ മഴ മുന്നറിയിപ്പുണ്ട്, ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരിപൂർണമായും തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതായത് പൂർണ്ണമായും ഈ തിരച്ചിൽ ദൗത്യത്തിന്റെ ഭാഗമാകുന്നവർ, ഒപ്പം ഇങ്ങോട്ടേക്ക് എത്തിയ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയ സന്നദ്ധ സംഘടനകളടക്കമുള്ള, അതുകൂടാതെ മറ്റ് സേനാ വിഭാഗങ്ങൾ, ഒപ്പം ഇങ്ങോട്ടേക്ക് വീടുകൾ, അതായത് വീടും ഭൂമിയും ഉച്ചവരെയും ഒക്കെ നഷ്ടപ്പെട്ട് ക്യാമ്പുകളിലും മറ്റിടങ്ങളിലുമൊക്കെ കഴിയുന്ന അനേകം പേർ ഇവിടെ വന്നിരുന്നു. അവർ, അതുകൂടാതെ ഈ ദുരന്ത ഭൂമിയിലേക്ക് ഇത് കാണാനും മറ്റുമായി എത്തിയ ആളുകൾ, അങ്ങനെ മുഴുവൻ ആളുകളെയും പോലീസ് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ ഇങ്ങോട്ടേക്കുള്ള റോഡ് പൂർണ്ണമായും ക്ലോസ് ചെയ്യും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഏതെങ്കിലും നിലയ്ക്ക് മറ്റ് പ്രയാസങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം. ഇനി നമുക്ക് ഈ ദുരന്ത ഭൂമിയുടെ ചിത്രങ്ങളിലേക്കും കാഴ്ചകളിലേക്കും തന്നെ തിരിച്ചു വന്നാൽ, ഇന്നത്തെ ദിവസത്തിന് വലിയൊരു സവിശേഷതയുണ്ടായിരുന്നു. അതായത് യഥാർത്ഥത്തിൽ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു പോയ മനുഷ്യരിൽ നല്ലൊരു പങ്ക് ഇന്നാണ്. കുറേ പേരൊക്കെ ഇടയ്ക്ക് വരികയും ഇവിടെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആ ദുരന്ത ദിനത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നത്. അതായത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പലരും ഇങ്ങോട്ടേക്ക് വന്നത്. അത് വല്ലാത്ത ഹൃദയഭേദകമായ കാഴ്ചകൾ അങ്ങേയറ്റം കാണുന്നുണ്ടായിരുന്നു. അതായത് ആളുകളൊക്കെ അതിവൈകാരികമായി പ്രതികരിക്കുന്നു. പലരുടെയും ഉറ്റവർ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട അനേകം പേർ അവരുടെ ഉറ്റവരെയൊക്കെ തേടി ഇവിടെ നിന്ന് കരയുന്നത് കണ്ടു. അതോടൊപ്പം ഇവിടെ ഈ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകർക്ക് ഇങ്ങനെ തിരയുമ്പോൾ പല വസ്തുക്കളും കിട്ടും. ഞാൻ നിൽക്കുന്ന സമയത്താണ് ഒരു കുടുക്ക കിട്ടുന്നത്. അതിൽ അവർ പൊട്ടിച്ചു നോക്കി അത് കൈമാറി, ആ കുടുക്ക കൈമാറി. അതിൽ തുറന്നു നോക്കുമ്പോൾ അതിൽ ധാരാളം ചെറിയ തുകകളൊക്കെ അവർ സമാഹരിച്ച് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അതായത് അത് ആ ആൾ ഇനി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല. ആൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കൊണ്ടായിരിക്കും അത് കാത്തു സൂക്ഷിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതും അങ്ങനെ ഇവിടെ വന്ന് ആളുകളെ തേടണം എന്ന് പറഞ്ഞ സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്നവർ, നിസ്സഹായരായി കഴിയുന്നവർ, അവർ ഇന്ന് ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നതും അവരുടെ വീട് നിന്നിരുന്ന ഭാഗത്തേക്ക് എത്തുന്നതും അതെല്ലാം തകർന്നത് കാണുന്ന കാഴ്ച, നിസ്സഹായരായി നോക്കി നിൽക്കുന്നതുമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടിരുന്നു. അവശേഷിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് തിരികെ കൊണ്ടുപോകാൻ കഴിയും എന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ അതെടുത്തവർ മടങ്ങുന്ന കാഴ്ച, അതൊക്കെ തീർത്തും ഹൃദയഭേദകമായിരുന്നു. സജോ ദേവസ്യ തുടരുന്നുണ്ട്. സജോ, ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു, അത് പരിഹരിച്ചു. സജോയ്ക്ക് തുടരാം. സജോ.
റിജിത്ത്, ഇവിടെ ഞാൻ നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട, അതായത് ഏറ്റവും അധികം വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അതായത് സ്കൂൾ റോഡ്, അതായത് വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് യാത്ര ചെയ്യുന്ന സ്കൂൾ റോഡ് എന്ന പ്രദേശമാണ്. ഇവിടെയാണ് ഏറ്റവും അധികം വീടുകൾ ഉണ്ടായിരുന്നത്. ഏറ്റവും വലിയ നാശനഷ്ടം രേഖപ്പെടുത്തിയൊരു സ്ഥലം കൂടിയാണ്. പലരും ഈ ഭാഗത്ത് നിന്ന് തിരികെ വന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്നുകൂടി പരിശോധിച്ചാൽ തന്നെ അറിയാം. അതായത് വീടുകൾ ഇപ്പോൾ അവശേഷിക്കുന്ന വീടുകൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നതും ഇവിടെയാണ്. ഇവിടെ മറ്റ് ഈ പാറക്കൂട്ടങ്ങളൊക്കെ കാണുന്ന പ്രദേശത്താണ് യഥാർത്ഥത്തിൽ ധാരാളം വീടുകളുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു അവശേഷിപ്പ് പോലുമില്ല. അങ്ങനെ വന്ന ആളുകളുടെയൊക്കെ ഹൃദയം നുറുങ്ങുന്ന, അവരൊക്കെ ഇവിടെ ഇരുന്ന് കരയുന്നത് കൊണ്ട് പലരും നമ്മളോട് പറഞ്ഞത്, അതായത് ഈ പാറക്കൂട്ടം കിടക്കുന്നതിൻ്റെ ഭാഗത്ത്, ഈ മണ്ണ് കൂടി കിടക്കുന്ന ഭാഗത്തൊക്കെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വീട്, ഉറ്റവരുടെ വീടൊക്കെ ഉണ്ടായിരുന്നത് എന്നവർ അങ്ങനെ പറയുകയാണ്. അത്രത്തോളം ഇന്നിവിടെ വെള്ളാർമല സ്കൂളിൽ പഠിക്കുന്ന യാസീൻ എന്ന വിദ്യാർത്ഥി ഈ ദുരന്തത്തിന് ശേഷം ആദ്യമായി ഇവിടെ വന്നു. യാസീൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, യാസീൻ്റെ ധാരാളം സുഹൃത്തുക്കൾ ഈ വെള്ളാർമല സ്കൂളിൽ തന്നെ പഠിക്കുന്ന, വെള്ളാർമല സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. യാസീൻ്റെ ധാരാളം സുഹൃത്തുക്കൾ ഈ അപകടത്തിൽ കാണാനില്ല, എവിടെയുണ്ടെന്ന് യാതൊരു അറിവുമില്ല. പലരും നഷ്ടപ്പെട്ടു, പലരെയും ഇതിനകം നഷ്ടപ്പെട്ടു. മഹേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വൈകുന്നേരമാകുമ്പോൾ ഈ നാട്ടുമ്പുറത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ചായ കുടിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞിരുന്ന കുറേയധികം സുഹൃത്തുക്കൾ അവർ എവിടെയുണ്ട് എന്നറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്നിവിടെ വന്നത് ജനകീയ തിരച്ചിലായതുകൊണ്ട് ഒരുപക്ഷെ തൻ്റെ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും വരുമായിരിക്കും, അവർ വേറെ ഏതെങ്കിലും ക്യാമ്പിലുണ്ടോ, അവർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടോ ഒന്നും യഥാർത്ഥത്തിൽ അറിയില്ല മഹേഷിന്. അപ്പോൾ മഹേഷ് പറഞ്ഞത്, ഇവിടെ വന്നത് അവരാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയി, പുറത്തേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒന്നും പോയിരുന്നില്ല, സുഹൃത്തുക്കൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവരെ കാണാമല്ലോ എന്ന പ്രതീക്ഷയോടെ ഇവിടെ വന്നത്. പലരെയും കാണാൻ കഴിഞ്ഞില്ല, ആരെയും തന്നെ, പ്രിയപ്പെട്ടവരെ ആരെയും തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് മഹേഷ്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വലിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. ക്യാമ്പുകളിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് കൂടുതലായി ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ആ ജനകീയ തെരച്ചിൽ ഒരർത്ഥത്തിൽ ഫലം കാണുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ന് മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയ ഇടങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തെരച്ചിൽ നടത്തിയ ഇടമാണ്. അവിടെയൊക്കെ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വീണ്ടും തെരച്ചിൽ നടക്കുമ്പോൾ അവിടെ നിന്ന് മൃതദേഹ ഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്നു എന്നുള്ളത് ഇന്നത്തെ ഒരു കാഴ്ചയായിരുന്നു.